ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി വഴക്കിട്ട് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. ഒത്തിരി പറഞ്ഞു നോക്കി, സംസാരിച്ച് നോക്കി, ഫൈനൽ ഡിസിഷൻ ബ്രേക്കപ്പ് തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കാനും, ആ വ്യക്തി നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കാനും, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരാനും വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 6 വഴികളാണ് പറയുന്നത്. ബ്രേക്കപ്പ് ആകുമ്പോൾ സാധാരണ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് 1-2 തവണയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ വിട്ടുകളയണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. വിട്ടുകളയുക എന്നുള്ളത് കൊണ്ട് എന്നേക്കുമായി വിട്ടുകളയുക എന്നുള്ളതല്ല, തൽക്കാലത്തേക്ക് നമ്മളൊന്ന് നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. അതെന്തിനാണ്? അവർക്ക് നമ്മുടെ വില മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തീരെ അവൈലബിൾ ആവാണ്ടിരിക്കുമ്പോൾ അവർ നമ്മളെപ്പറ്റി ചിന്തിക്കും. നമ്മളെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. നിരന്തരം നമ്മൾ വീണ്ടും വീണ്ടും ശല്യം ചെയ്ത് കഴിഞ്ഞാൽ, മെസ്സേജ് അയയ്ക്കുക, വിളിക്കുക, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെക്കുറിച്ച് ഓർക്കത്തില്ല. നമ്മളൊരു ഇറിറ്റേഷനായിട്ടാണ് അവർക്ക് മാറുക, അല്ലേ? ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അത് കൂടുതൽ കാരണമായി തീരും. അപ്പം അതുകൊണ്ട് നമ്മൾ പതിയെ ഒന്ന് പുറകിലോട്ട് നിൽക്കുക, നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വില മനസ്സിലാക്കട്ടെ. നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഹാപ്പിനെസ്, അതൊക്കെ അവരൊന്ന് ഓർക്കട്ടെ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ ചിലപ്പോൾ ഒരു 3 days 4 days ഒക്കെ കഴിയുമ്പോൾ പതിയെ മെസ്സേജ് അയച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കടുത്ത തീരുമാനമൊക്കെ എടുത്ത് പോയ ആളുകളാണെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. 3 days 4 days കഴിഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. സീൻ ചെയ്തോ വേണമെങ്കിൽ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒന്നുകൂടി ചേസിങ് കൂടും. ഇവനിങ് എന്നേക്കുമായിട്ട് എന്നെ ഉപേക്ഷിക്കൂ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അവനായിക്കോട്ടെ അവളായിക്കോട്ടെ, 2 കൂട്ടർക്കും ഇത് ബാധകമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ ഇങ്ങോട്ട് കൂടുതലായിട്ട് ചേസ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും ഈ ഒരു നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്യുന്നത് വഴി. ഇതൊന്നുകൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടി ട്രൈ ചെയ്യാണ്, കാരണം നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റരുത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പിണക്കുണ്ടായി അപ്പം തന്നെ പോയിട്ട് നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചു, ഒരിക്കലും അത് റെഡി ആവില്ല. അങ്ങനെ ഒരു ബ്രേക്കപ്പിലോട്ട് പോകുമ്പോഴാണ് നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടോ സംസാരിച്ചിട്ടോ അത് തീർക്കുന്നതാണ് നല്ലത്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ മാത്രമാണ് പറയുന്നത്. ഫൈനൽ ഡിസിഷനൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. അപ്പോൾ അവർ ശരിക്കും നമ്മളെക്കുറിച്ച് ചിന്തിക്കും, ഓർക്കും, കണ്ടിന്യൂസ് തോട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആബ്സെൻസ് ആണ് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശല്യം ചെയ്യാതിരുന്നൂടെ? ഒരു സ്പേസ് കൊടുക്കുക, അവർക്കൊന്ന് ഹീലാവാനും തിരിച്ചു വരാനും ഒക്കെ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 3-4 ദിവസം കഴിയുമ്പോൾ മെസ്സേജ് വരും. അവർക്ക് റിക്കവർ ആവാൻ കഴിയാത്തപ്പോൾ ചിലപ്പോൾ പറയും നമുക്ക് ഫ്രണ്ടായിട്ട് തുടർന്നാലോ എന്നൊക്കെ ചോദിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഫ്രണ്ടായിട്ട് തുടർന്ന് പതിയെ പതിയെ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഒരിക്കലും സമ്മതിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുക. അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യം തന്നെയല്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി വിവാഹം കഴിക്കുക, നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്ന് സ്നേഹിക്കുക, കെയർ ചെയ്യുക എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ വേണ്ടത്. അപ്പം അതിന് ഓക്കെ പറയരുത്. ഓക്കെ, റെസ്പോണ്ട്, അതിന് റിപ്ലൈ തന്നെ കൊടുക്കണ്ട. ഓക്കെ, അതിന് വില്ലിങ് ആവാണ്ടിരിക്കുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ പാടെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്നേക്കുമായിട്ടല്ല നമ്മൾ നോ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത്. ഒരു 30 days. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം. അവർക്ക് ഇങ്ങോട്ടും മെസ്സേജ് അയക്കുമ്പോൾ നമ്മളും റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിന് മെസ്സേജ് അയച്ച് ഒന്ന് റിപ്ലൈ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും അത് സീൻ ചെയ്യുമ്പോഴേക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ പോയിട്ട് മെസ്സേജ് അയക്കാണ്ടിരിക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഒരു മെസ്സേജ് അയക്കുക, അത് കാഷ്വലായിട്ട് മാത്രം. നമ്മൾ അവരുമായിട്ട് യാതൊരു പരിചയമില്ല, ഒരു നോർമൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നുള്ള രീതിയിൽ ഒരു ഗുഡ് മോർണിംഗ് അയക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നു. ദാറ്റ്സ് ഓൾ. വെറും ഗുഡ് മോർണിംഗ് മാത്രമല്ല, ഗുഡ് മോർണിംഗ് ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാം നമുക്ക്. ഓക്കെ, അതിൻ്റെ റിപ്ലൈ വരട്ടെ, എന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. പതിയെ പതിയെ സംസാരിച്ചാൽ മതി.
ഇങ്ങോട്ട് മെസ്സേജ് വരികയാണെങ്കിൽ അവർ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക, അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ട് അന്വേഷിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലിമിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നോ കോണ്ടാക്റ്റ് റൂള് അപ്ലൈ ചെയ്ത് 30 days കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നതുകൊണ്ടോ അവർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യുക, ഷോർട്ട് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഇങ്ങോട്ട് ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നന്നായിട്ട് കൂടുക. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റോപ്പ് ആൻഡ് തിങ്ക് എന്നുള്ളതാണ്. അഥവാ ഇത് രണ്ടാമത്തെ പോയിന്റുമായിട്ട് ചെറുതായിട്ട് കണക്റ്റഡ് ആണ്. അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് എടാ എനിക്ക് നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു മെസ്സേജാണ് വരുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വീണ്ടും സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെസ്സേജുമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൽ വീണു പോകരുത്. നമ്മളൊന്ന് ആ മെസ്സേജ് ഒന്ന് വായിച്ചിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യാം. പെട്ടെന്ന് ചിലപ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മുടെ മനസ്സലിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയക്കും, എനിക്കും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, ഞാനും ഭയങ്കര സങ്കടത്തിലായിരുന്നു, നീ ഇല്ലാണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അവിടെ ശ്രദ്ധ കിട്ടിയില്ല, ഇവിടെ ശ്രദ്ധ കിട്ടിയില്ല, നമ്മുടെ സങ്കടങ്ങൾ മൊത്തം ചിലപ്പോൾ നമ്മൾ പറയും. സോ അത് പറയരുത്. ഓക്കെ, അവിടെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഷ്വലായിട്ട് മാത്രം സംസാരിച്ച് അത് ഡീൽ ചെയ്യുക, ഷോർട്ടായിട്ട് മാത്രം റിപ്ലൈ കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാനും പോകരുത്. അതാണ് സ്റ്റോപ്പ് ആൻഡ് തിങ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഇനി 4ാമത്തെ പോയിന്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത, അഥവാ പറഞ്ഞോ സംസാരിച്ചോ സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾ മാത്രം മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ തരുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, ദെൻ ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ടോപ്പിക്കിലോട്ട് തന്നെ തിരിച്ചു വരാം. സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അവരെ അറിയിക്കണം. അതാണ് നമ്മളെ ലക്ഷ്യം. എന്തിനാണ്? നമ്മുടെ ഈ ടോപ്പിക്ക് തന്നെ അവർ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ച് ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് ചേസ് ചെയ്യണം. അതാണ് നമ്മുടെ ടോപ്പിക്ക്. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗെയിം കളിക്കാനാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോവുക, എൻജോയ് ചെയ്യുന്ന ഫോട്ടോസ്, സെൽഫീസ് കാര്യങ്ങളൊക്കെ എടുക്കുക. ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുക എന്നുള്ളത് അവർ ചിന്തിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഹാപ്പിയാണ്, ജോളിയാണെന്നുള്ളത് സ്റ്റാറ്റസ് ഇടുക, പോസ്റ്റ് ചെയ്യുക സോഷ്യൽ മീഡിയ ആപ്സുകളിലൊക്കെ. അവർ കാണട്ടെ, അവരെന്തായാലും നോക്കുമല്ലോ. അവരെ അക്കൗണ്ട് നോക്കിയില്ലെങ്കിൽ വേറൊരു അക്കൗണ്ട് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കും. നിങ്ങളുടെ അപ്ഡേഷൻ എന്തായാലും നോക്കും. ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ എന്തായാലും അവർ നോക്കിയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ്. ഇതിന് പകരം ചില ആളുകൾ എന്താ ചെയ്യാറെന്നറിയോ? ഫുള്ള് സാഡ് സ്റ്റാറ്റസ് ഇടും. ഞാൻ ഭയങ്കര സങ്കടത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ട് ഓടി വരും, അല്ലെങ്കിൽ അവനിങ്ങോട്ട് ഓടി വരും എന്നുള്ളതാണ് ഇവരുടെ വിചാരം. എന്നിട്ട് ഇങ്ങനെ സാഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇട്ടുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കുക. അങ്ങനെ സ്റ്റാറ്റസോ കോട്ടുകളോ ഇതൊന്നും ഇടാതിരിക്കുക. അതിന് പകരം നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ അടിപൊളി സെൽഫീസ് എടുത്തിടുക. നല്ല ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഇടുക. ഹാപ്പി പിക്ചേഴ്സ്, നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എടുത്തിടുക. അങ്ങനെ നിങ്ങൾ ഹാപ്പിയാണെന്നുള്ളത് അവരെ അറിയിക്കുക സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അടുത്തത് ക്രിയേറ്റ് എ സ്ട്രോങ് അട്രാക്ഷൻ എന്നുള്ളതാണ്. നമ്മളോട് അട്രാക്ഷൻ തോന്നണം വീണ്ടും അവർക്ക്. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പല ആളുകൾക്കും പല രീതിയിലാണ് അട്രാക്ഷൻ തോന്നുന്നത്, അല്ലേ? ചില ആളുകൾക്ക് ഒരാളുടെ സൗന്ദര്യം, ബോഡിയൊക്കെ കാണുന്ന സമയത്താണ് അട്രാക്ഷൻ തോന്നുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സംസാരമായിരിക്കും നമുക്ക് അയാളോട് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നിപ്പിക്കുന്നത്. ചില ആളുകളുടെ പെരുമാറ്റമായിരിക്കും നമുക്ക് അയാളോട് ഒരു അട്രാക്ഷൻ തോന്നിപ്പിക്കുന്നത്. ചില ആളുകളുടെ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കും അയാളോട് അട്രാക്ഷൻ തോന്നിപ്പിക്കുന്നത്. ഇങ്ങനെ പല കാരണങ്ങളാവാം, അല്ലേ? അപ്പോൾ ചില ആളുകൾക്ക് ചില ബോഡി പാർട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഐസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡി പാർട്സ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഫിറ്റായിട്ടുള്ള ബോഡി ആയിരിക്കാം, പലതും ആയിരിക്കാം. ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണല്ലോ. അപ്പം നമ്മളിവിടെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഫിറ്റ്നസ്സിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ ബോഡി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സെൽഫ് കെയർ നന്നായിട്ട് ചെയ്യാം. അതുപോലെ യോഗ ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് വീട്ടിൽ നിന്ന് തന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ജിമ്മിൽ പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മളെ ഒന്നുകൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നല്ല ഒരു ഫിറ്റ്നസ് നമ്മുടെ ബോഡിക്ക് വരുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിക്ക് ഡ്രസ്സിങ്ങും കൂടി ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി അട്രാക്ഷൻ കൂടും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈലിലൊക്കെ ചെറിയ രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ട് എന്നും സാധാരണ നമ്മൾ ഇടുന്ന ഒരേ മോഡൽ തന്നെ ഇടാതെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ പിടിക്കുക. അങ്ങനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രൂമിങ് നന്നായിട്ട് ചെയ്യുക, സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഹെയർ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇല്ലാത്ത ആളുകളാണെങ്കിൽ കറക്റ്റ് നല്ലൊരു സ്റ്റൈലിൽ വെട്ടുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ സൺസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ സ്കിൻ കെയറും ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും, അട്രാക്ഷൻ തോന്നും. അത് തീർച്ചയായിട്ടും അവർക്കും നമ്മളോട് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ 4ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക എന്നുള്ളത്. അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക, നമ്മൾ ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, നല്ല ഡ്രസ്സ് ഇടുന്നു, നല്ല സെൽഫി എടുക്കുന്നു. അപ്പോൾ അവരറിയും, സ്വാഭാവികമായിട്ടും നിങ്ങളോട് ഒരു അട്രാക്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ 5ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ക്രിയേറ്റ് സ്പെഷ്യൽ അട്രാക്ഷൻ എന്നുള്ളത്. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആ ഫീലിങ്സ് ഒന്നും അവരോട് ഷെയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്ത് ഫീലിങ്സ്, ഇപ്പോൾ ചിലപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സാഡ് സിറ്റുവേഷനിലൂടെയൊക്കെ പോയിട്ടുണ്ടാവാം, നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. ഇതൊന്നും ഒരു ആഫ്റ്റർ 30 ഡേയ്സിന് ശേഷം അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയണം എന്നില്ല ആ ഇമോഷൻസ് ഒന്നും. ഗോട്ട് ഇറ്റ്? നമ്മൾ അനുഭവിച്ച ആ ഫീലിങ്സും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതൊന്നും പറയരുത്. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ പോയതിന് ശേഷം എൻ്റെ ലൈഫ് ഒത്തിരി മാറി, ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് 1-2 ദിവസമൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. ഇപ്പം എൻ്റെ വർക്കിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി, ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു. അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ജോളിയാണെന്നുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. ചിലപ്പോൾ റിയാലിറ്റിയിൽ നമ്മൾ സാഡ് ആയിരിക്കും, പക്ഷേ അത് അവരുടെ മുമ്പിൽ കാണിക്കരുത്. മെസ്സേജിങ്ങിലൂടെ ആണെങ്കിലും നേരിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിൽ ഇരിക്കുക. അത് അവർക്ക് നിങ്ങളോട് വീണ്ടും അട്രാക്ഷൻ തോന്നാനും നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത്തരത്തിലുള്ള സ്റ്റെപ്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴി. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും ചില ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ ചെയ്തത് കൊണ്ട് ചിലപ്പോൾ വരുന്ന ആളുകളുണ്ടാവും, വരാത്ത ആളുകളുണ്ടാവും എന്നുള്ളത് അല്ലേ. അങ്ങനെ നിങ്ങൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പ്രോപ്പറായിട്ട് ലോ ഓഫ് അട്രാക്ഷനിലുള്ള കുറച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ 6 ടെക്നിക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പവർഫുൾ അഫർമേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് മെസ്സേജ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ആ അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലിങ്ങനെ പറയുക. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യും, തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മോർണിംഗിൽ ആ അഫർമേഷൻ കൂടി ട്രൈ ചെയ്യുക. അതൊരു 21 ഡേയ്സ് തുടർച്ചയായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിൽ വിളിച്ചോ, ഡിലേ ആക്കണ്ട. കാരണം ഇപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്